തീവ്രവാദ സംഘടനയായ ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് മേധാവിയെ വധിച്ചതായി ഇസ്രായേൽ. കഴിഞ്ഞ ദിവസം ദക്ഷിണ ഗസയിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ സർവൈലൻസ് ആൻഡ് ടാർഗറ്റിംഗ് യൂണിറ്റിന്റെ കൂടി മേധാവിയായ ഒസാമ തബാഷിനെ വധിച്ചുവെന്നാണ് ഇസ്രായേൽ സൈന്യം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചത്. ഹമാസ് തീവ്രവാദികൾ തടവിലാക്കിയ ഇസ്രായേൽ ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഗാസ മുനമ്പിന്റെ ചില ഭാഗങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇസ്രായേൽ ജനങ്ങളെയും IDF സേനയും സംരക്ഷിക്കുന്നതിനായും ഗാസയിലെ ജനങ്ങളെ ഒഴിപ്പിക്കുവാൻ നിർദ്ദേശം നൽകിയതായി ഇസ്രായേൽ കാറ്റ്സ് അറിയിച്ചിരുന്നു. വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഹമാസിനാണെന്ന് നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇസ്രായേൽ ഗാസ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ടും ലെബനീസ് പൗരന്മാരെ മറയാക്കി തീവ്രവാദ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ കരാർ ലംഘിച്ച് ഹമാസ് തുടരുന്നതാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ച ഒരു കാര്യം. ഇതോടെ ലബനനിലെ കിഴക്കൻ ബെക്ക താഴ്വരയിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. ഭൂഗർഭ അറകളുടെ സഹായത്തോടെ റോക്കറ്റ് ലോഞ്ചറുകളടക്കം വീണ്ടും സ്ഥാപിക്കുവാനുള്ള നീക്കത്തിലായിരുന്നു ഹമാസ് എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുന്നത്. കഴിഞ്ഞ മാസം 5 തന്ത്രപ്രധാന മേഖലകൾ ഒഴികെ തെക്കൻ ലബനനിൽ നിന്ന് ഇസ്രായേൽ എല്ലാ സൈന്യത്തെയും പിൻവലിച്ചിരുന്നു. എന്നാൽ ഹിസ്ബുള്ള പ്രദേശത്തേക്ക് മടങ്ങിവന്ന് ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുന്നത് തടയേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി ഈ 5 പോസ്റ്റുകളിൽ തുടരുവാൻ ഇസ്രായേലിന് US-ൽ നിന്ന് പച്ചക്കൊടി ലഭിച്ചിരുന്നു. അതിർത്തിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെ ലിദാനി നദിയുടെ വടക്ക് ഭാഗത്തേക്ക് ഹിസ്ബുള്ള പിൻവാങ്ങുകയും തെക്കുഭാഗത്ത് അവശേഷിക്കുന്ന സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ പൊളിച്ചുമാറ്റുകയും ചെയ്യേണ്ടതുണ്ടെന്നും വെടിനിർത്തൽ വ്യവസ്ഥയിൽ പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തിയാണ് ഭൂഗർഭ അറകളിൽ റോക്കറ്റ് ലോഞ്ചറുകൾ ഹമാസ് സ്ഥാപിച്ചത്. കരാർ ലംഘനത്തിന്റെ ഭാഗമായി ബന്ദികളെ വിട്ടുതരില്ലെന്ന് അറിയിച്ചതോടെ ലെബനൻ പ്രദേശത്ത് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. 2024 നവംബർ 27-നാണ് ഗാസയിൽ ഈജിപ്ത്, ജോർദാൻ, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നത്. കരാറിൽ എന്തെങ്കിലും തരത്തിലുള്ള ലംഘനമുണ്ടായാൽ പിന്നീടുള്ള തീരുമാനങ്ങൾ ഇസ്രായേലിന് എടുക്കാമെന്ന് ട്രംപ് അന്ന് പറഞ്ഞിരുന്നു. സംഘർഷത്തിന് വിരാമമിട്ടുകൊണ്ട് കരാർ നിലവിൽ വന്നപ്പോൾ ഒരു പരിധിവരെ ഈ മേഖലയിൽ വെടിനിർത്തൽ നിലവിൽ വന്നിരുന്നു. 2023 ഒക്ടോബർ 7-നാണ് ഗാസയിലെ ഹമാസ് ഭീകര സംഘം അതിർത്തി കടന്ന് ഇസ്രായേലിലെ 1200-ഓളം പേരെ കൊലപ്പെടുത്തിയത്. ലെബനനിൽ നിന്നുള്ള തുടർച്ചയായ റോക്കറ്റ് ആക്രമണം കാരണം ഏകദേശം 60,000 ഇസ്രായേലി സിവിലിയന്മാരെ ഇതിനോടകം തന്നെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്.